Hi all, today we are with the next topic, variables. Can you please tell me what is a variable? Already we have done this concept in a previous program, right? So maybe you can just try it. Tell me what is a variable? Variable is used to store a value, right? Variable is used to store a value. Okay, so I'll be giving you few more notes regarding this variable. Just you can see here, right? Okay, a variable is created the moment we first assign a value to it. അതായത് നമ്മൾ എപ്പോഴാണോ ഒരു വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുന്നത് ആ ഒരു ടൈമിലാണ് ആ വേരിയബിൾ ക്രിയേറ്റ് ആവുന്നത്. ബട്ട് ഇൻ C++, ജാവ ആൻഡ് ഓൾ, ഇഫ് യു വോണ്ട് ടു അസൈൻ എ വാല്യൂ മീൻസ് യു ഫസ്റ്റ് ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മറ്റുള്ള ലാംഗ്വേജിൽ പലതിലുണ്ട്. അതായത് നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു വേരിയബിൾ അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് എന്ന് നമ്മൾ ആദ്യം declare ചെയ്യണം. But in our Python, no need to declare like that. When you are assigned the value to a variable means that time only the variable is created. Okay, let me repeat once again. A variable is created the moment we first assign a value to it. നമ്മൾ എപ്പോഴാണോ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതൊരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്തായി മാറും? ഇൻറ്റിജറായി മാറും. നമ്മൾ കൊടുക്കുന്നതൊരു ഡെസിമൽ വാല്യൂ ആണെങ്കിൽ, ഡെസിമലിൽ നമ്മൾ ഫ്ലോട്ട് എന്നാണ് പറയുക കേട്ടോ. ഫ്ലോട്ട് ആണെങ്കിൽ ദ ടൈപ്പ് ഓഫ് ദ വേരിയബിൾ ഇസ് നത്തിങ് ബട്ട് ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ട് മീൻസ് വാട്ട്? ഡെസിമൽ വാല്യൂ. ഇപ്പോൾ 3.5, 2.8 അങ്ങനെ പോയിന്റ് ഇട്ട് പറയുന്നില്ലേ, അങ്ങനത്തെ വാല്യൂസാണ് സേവ് ചെയ്യണമെങ്കിൽ അതിനല്ലേ നമ്മൾ ഡെസിമൽ എന്ന് പറയുക. ബട്ട് ഇൻ കമ്പ്യൂട്ടർ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ഫ്ലോട്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫ്ലോട്ട് എന്ന് പറയണം കേട്ടോ. ഫ്ലോട്ട് വാല്യൂ മീൻസ് ഡെസിമൽ വാല്യൂ. ഓക്കെ, സോ അത് സ്ട്രിങ്ങും നമുക്ക് അസൈൻ ചെയ്യാമല്ലോ. സ്ട്രിങ് വേരിയബിൾസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ സ്ട്രിങ് വാല്യൂ കൊടുക്കണമെങ്കിൽ വേരിയബിളിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് മാറും. അങ്ങനെ സോ ദ കോൺസെപ്റ്റ് ഈസ് നത്തിങ് ബട്ട് here whenever we are assigning the value to a variable, at that moment only the variable is created. Is it clear to you? Okay, and a variable is a name given to a memory location. That means we are just giving a name to the memory location because നമുക്ക് എന്തായാലും നമ്മുടെ വാല്യൂ സേവ് ചെയ്തേ പറ്റൂ. ആ സേവ് ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ആയിരിക്കുമല്ലോ. ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമാണ് ആക്ച്വലി ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ ഏത് നെയിം. ദ യൂസർ ക്യാൻ ഡിസൈഡ് വാട്ട് എവർ നെയിം ഹി വാണ്ട് ടു പുട്ട് ഫോർ ദ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, ആൻഡ് സി ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സ്റ്റോറേജ് ഇൻ എ പ്രോഗ്രാം. ഓക്കെ, ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ്. നമുക്കൊരു ഏതൊരു പ്രോഗ്രാം എടുത്താലും ഈ വേരിയബിൾസും ഒന്നും ഇല്ലാതെ ഒരു പ്രോഗ്രാം തന്നെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് മെയിൻ നമ്മളൊരു ജനറലായിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ വേരിയബിൾസ്, റൈറ്റ്? ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ്, the value stored in a variable can be changed during the program execution. അതേപോലെ നമ്മൾ വൺസ് ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്താൽ ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. വെനെവർ യു നീഡഡ് യു ക്യാൻ ചേഞ്ച് ഈവൻ ഇൻ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ആൾസോ. ഒരു പ്രോഗ്രാമിൽ തന്നെ മറ്റൊരു ഭാഗത്തോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ let me repeat once again. A variable is created the moment we first assign a value to it. Next is, a variable is a name. It is just a name given to a memory location and it is the basic unit of the storage in a program. Okay, unit of storage in a program. Okay, the value stored in a variable can be changed during program execution. See why I'm saying all these things, because whenever you are going for the practical viva and all, you have to expect this is the sure question to you. They will be asking what is a variable. So you should not tell one example a equal to 5. Don't tell like that. A equal to 5 is only an example. If the question is what is a variable means, at least you should say these things. Okay, okay. Now I will show you an example. Okay, can I rub this? See once again. Okay, let me rub. So here is an example. You can see small example here, right? A equal to 5. What is the name of what is the meaning of a equal to 5? Let me tell you. See, 5 is the value. 5 is the value. A is the variable name. A is the variable name. Correct alle? Okay, let me repeat once again. A equal to 5 means 5 is the value, A is the variable name. The meaning is nothing but the value 5 is stored in the variable A. Okay, and let me write one more code here. Let me write in
Okay, print of a. So when you write this line, print of a means what you will be getting? You will be getting the result is nothing but 5 അല്ലേ? നമ്മൾ a എന്നുള്ള വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക? The value of a will be printing, that is nothing but 5 here. Suppose in case you are giving print of within double quotes, if you are putting a, let me repeat once again, I don't have any space here for writing, listen carefully. Print of a ക്ക് പകരം ഞാൻ print of double quotesനകത്താണ് a കൊടുക്കണമെങ്കിൽ what will happen? Can you please guess it? Yeah, whatever you are giving inside the double quotes, it will be print as like. So if you are giving print of within double quotes a means a will be printing, or else if you are giving print of a means there should be some value for the a, അല്ലെങ്കിൽ എറർ വരും കേട്ടോ. ദാറ്റ് മീൻസ് ഞാൻ ഈ ഒരു ലൈൻ കൊടുക്കുന്നില്ല വിചാരിക്കുക, a = 5 കൊടുക്കാതെയാണ് പ്രിൻറ്റ് ഓഫ് എ കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? എറർ വിൽ ബി പ്രിൻറ്റിങ്. പക്ഷെ ഞാൻ പ്രിൻറ്റ് ഓഫ് വിത്തിൻ ഡബിൾ കോട്ട്സ് എ കൊടുക്കുന്നുണ്ട്, എക്ക് മുമ്പ് വാല്യൂ ഒന്നും ഇല്ലെങ്കിലും നോ പ്രോബ്ലം, ഇറ്റ് വിൽ ബി പ്രിൻറ്റിങ്. ദാറ്റ് മീൻസ് വാട്ട് എവർ ബി ഇറ്റ് ഈസ് ഇൻ ദ ഡബിൾ കോട്ട്സ് ഇറ്റ് വിൽ ബി പ്രിൻറ്റിങ്, റൈറ്റ്? ഓക്കെ, ബട്ട് ഹിയർ ജസ്റ്റ് പ്രിൻറ്റ് ഓഫ് എ എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ദർ ഷുഡ് ബി സം വാല്യൂ യു ഹാവ് ടു അസൈൻ ബിഫോർ ദ പർട്ടിക്കുലർ ലൈൻ. Okay, is it clear? So let me repeat once again, a = 5 means the value 5 is assigned to the variable a, and if you are giving print of a means the value of a will be printing, that is nothing but 5. പക്ഷേ ഒരു കാര്യമുണ്ട്, വേരിയബിൾ നെയിം എന്ന് പറയുന്നത് the user can decide any name, but before that you have to follow some rules. ആ റൂൾസ് ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി, പറഞ്ഞുതരാം. If you are giving the variable name, if you are selecting the variable name, you can give alphanumeric characters. What is alphanumeric? That means alphabets and numbers. Let me repeat once again, alphanumeric means alphabets and numbers can be included. And one more thing is there, നമുക്ക് തോന്നിയ പോലെ എല്ലാ സിമ്പിൾസും കൊടുക്കാൻ പറ്റില്ല. ആൽഫബറ്റും നമ്പറും കൂടാതെ ഒരാളും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാരായിരുന്നു നോക്കിക്കേ? അണ്ടർസ്കോർ. So let me repeat once again, it can include, that means variable name can include alphanumeric characters and underscore. Clear? Okay. ഈ alphanumeric character ഒരു പ്രത്യേകത കൂടിയുണ്ട്. It is case sensitive. That means case. Let me give you case sensitive. Case sensitive means നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്ന സ്മോൾ എ ആണല്ലേ ഇവിടെ, സ്മോൾ എ. So if I am trying to print, you know it is a itself and you are trying to print capital A. Can you please guess what will be the answer of this session? You are thinking that answer 5 will be printing? No, it will be error. Why? Because it is case sensitive means if you are giving small letter a, it should be used the same case in the next line also. Otherwise it will create error. കാരണം ഇവിടെ സ്മോൾ എയും ക്യാപിറ്റൽ എയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ കൊടുത്തത് സ്മോൾ എ അല്ലേ അല്ലെങ്കിൽ എ അല്ലേ എന്നുണ്ടാവും, പക്ഷേ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എ കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. സോ കേസ് സെൻസിറ്റീവ് മീൻസ് വാട്ട് എവർ കേസ് യു ഹാവ് യൂസ് ഇൻ ദ പ്രീവിയസ് ലൈൻസ്, ഇഫ് യു വാണ്ട് ടു യൂസ് ദ സെയിം വേരിയബിൾ മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ സെയിം കേസ്. Is it clear? Okay, so remember one thing, you can include, while giving the variable name, you can include alphanumeric, that means alphabets can be used, numbers can be used, and underscore can be used. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ, ഈ മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്യാൻ യു സി? യെസ്, നമ്പർ കനോട്ട് ബി കം ഇൻ ദ ഫസ്റ്റ്. അതായത് ആൽഫബറ്റ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, അണ്ടർസ്കോർ ആവാം എന്ന് പറഞ്ഞു. ഈ മൂന്ന് വ്യക്തികൾ നിന്ന് നമുക്കൊരിക്കലും നമ്പറിനെ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മനസ്സിലോർക്കുക, നമ്പർ കനോട്ട് ബി കം ഓൺ ദ ഫസ്റ്റ്. ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഐ വിൽ ഗിവ് യു ദ എക്സാമ്പിൾ. ഓക്കെ, ഡോണ്ട് വറി. ദ തേർഡ് പോയിന്റ്, ക്യാൻ സി കനോട്ട് യൂസ് എ കീവേഡ് ഫോർ എ വേരിയബിൾ നെയിം. അതായത് if you are selecting a variable name means actually it is your choice, you can give any name, but you should not use a keyword or reserved words. അതായത് ചില വേർഡ്സ് നമ്മളിനി പഠിക്കുന്നുണ്ട്, വരും പേജസിൽ പഠിക്കുന്നുണ്ട്, വരും ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. സം നെയിംസ് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ, വി ആർ നോട്ട് ഗിവിങ് എനി ഡെഫിനിഷൻ ഫോർ ദാറ്റ്, ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ, ഇറ്റ് ഈസ് ഓൾറെഡി ഡിഫൈൻഡ് ഓവർ ദിയർ. സോ സച്ച് വേർഡ്സ്, സച്ച് റിസർവ്ഡ് വേർഡ്സ് ആർ സെറ്റ് ടു ബി കീവേഡ്സ്. സോ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെന്ന് വെച്ചിട്ട് കീവേഡ്സ് ആയിട്ടുള്ളൊരു നെയിം ഒന്നും ഒരിക്കലും വേരിയബിൾ നെയിമായിട്ട് കൊടുക്കരുത് കേട്ടോ. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഇസ്, വൈൽ ഗിവിങ് ദ വേരിയബിൾ നെയിം ഷുഡ് സി ദ ഷുഡ് നോട്ട് ബി എനി സ്പേസ് ഇൻ ബിറ്റ്വീൻ. അറിയാതെ ആണെങ്കിൽ പോലും ഒരു സ്പേസ് ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ എറർ വരും കേട്ടോ. ഐ വിൽ ഷോ ദ എക്സാമ്പിൾസ് ഫോർ ഓൾ ദീസ് തിങ്സ്, ഡോണ്ട് വറി. ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് അഗെയിൻ, ദീസ് ആർ ദ റൂൾസ് ഫോർ നെയിമിങ് എ വേരിയബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ് വൈൽ
defining or while naming a variable. Okay, what is the first point? You can have alphabets, you can have numbers, and you can have underscore. ഇതല്ലാതെ ഒരു സിമ്പിൾസ് നമുക്ക് വേരിയബിൾ നെയിമിൽ കൊടുക്കാൻ പാടില്ല. The second point is ആൽഫബറ്റും നമ്പറും അണ്ടർസ്കോറും ഒക്കെ ആവല്ലേ, പക്ഷെ ഒരിക്കലും എന്താവാൻ പാടില്ല, നമ്മളൊരു നെയിം കൊടുക്കുന്ന സമയത്ത് നമ്പർ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ. ദ തേർഡ് പോയിന്റ് ഇസ് ഇഷ്ടമുള്ള നെയിംസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കീവേഡിൻ്റെ പേരെടുത്തിട്ട് വേരിയബിൾ നെയിമായി കൊടുക്കരുത്. ദാറ്റ് മീൻസ് കനോട്ട് യൂസ് എ കീവേഡ് ഫോർ എ വേരിയബിൾ നെയിം. The last one is space should not be there. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ. വൺ മോർ തിങ് ഈസ് ദേ, ആൽഫ ന്യൂമറിക്കിൻ്റെ കേസിൽ എന്താ ഉള്ളത്? ആൽഫബറ്റിൻ്റെ കേസിൽ, ആൽഫ ന്യൂമറിക് അല്ല, ആൽഫബറ്റിൻ്റെ കേസിൽ കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് മീൻസ് ഇഫ് യു ആർ യൂസിങ് ദ സ്മോൾ ലെറ്റർ, it should be small letter in the next line, or whenever you are using the same variable in the next line means it should be in the same case. സ്മോൾ ആണെങ്കിൽ സ്മോൾ തന്നെ, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ, അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഐ വിൽ ഗിവ് യു അനദർ എക്സാമ്പിൾ. വെയിറ്റ്, ക്യാൻ ഐ റെപ് ദിസ്? So these are the 4 important points you should keep in mind while defining a variable. Okay, let me read this. Can you please tell me what will be the output in the second line? A equal to 5. What is the meaning of A equal to 5? We are assigning a value to the variable A. That means the value is nothing but 5. That means the value 5 is assigned to the variable A. Correct? Okay. And if you want to assign a variable, if you want to assign a value to a variable, you are using the operator is nothing but equal. So equal symbol is an assignment operator. Okay. So print of A. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കേസ് സെൻസിറ്റിവിൻ്റെ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഹിയർ ഐ എം അസൈനിങ് സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 5. ഹിയർ ഐ എം ഗിവിംഗ് പ്രിന്റ് ഓഫ് ക്യാപിറ്റൽ എ. ക്യാൻ യു പ്ലീസ് ഗസ് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് സെഷൻ? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എറർ. കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ output in the third line? A star A. Star means multiplication symbol. A star A means A multiplied with the A again. That means 5 star A. 5 into A. That means 5 into 5. That means answer is nothing but 25. അല്ലേ? 5 into 5, 25. ഇവിടെ എന്താ വരിക? Print of within double quotes A star A. Yeah, whatever you are giving inside double quotes, it will be printing the same format. Okay. So this is one example. I will show you another thing. So remember, this is the case sensitive concept. Okay, case sensitive. I think you are familiar with now the topic, right? That means case sensitive പറയുമ്പോൾ small letter ആണെങ്കിൽ small letter മാത്രം, capital letter ആണെങ്കിൽ capital letter മാത്രം. Okay, that's all. Here you can see some examples that you can be used as a variable. The first one is A. നമ്മൾ സാധാരണ കൊടുക്കാറുണ്ടല്ലേ എ. നമ്മൾ എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കേസ് കൊണ്ടാണ് അവിടെ എ എന്ന് കൊടുക്കുന്നത്. ആക്ച്വലി ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഹാവ് ടു ഗിവ് ഓൺലി ദ നെയിം എ ത്രൂ ഔട്ട്. Don't think like that. You can put any name, and the rules already we have learned, right? So the next line, see the next line, AB1. Can you please tell me whether it can be considered or cannot be considered? It can be considered കാരണം നമ്മുടെ റൂൾ പ്രകാരം ആൽഫബറ്റും നമ്പറൊക്കെ ആവാം. സോ AB1 അങ്ങനെയും കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ലെങ്ത് ആയിരുന്നു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ നോർമലി യു വിൽ ബി ഗിവിങ് ഓൺലി സിംഗിൾ ആൽഫബറ്റ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ബട്ട് യു ക്യാൻ, ഇഫ് യു വാണ്ട് യു ക്യാൻ. ഓക്കെ, AB1 കൊടുത്താലും അത് ലീഗൽ തന്നെയാണ്. ഓക്കെ, next is you can see ABC_12. It is also possible because a variable can contain alphabets, underscore and number. And A, B, C മാത്രല്ല, if you want you can put sum or product or anything. അതൊന്നും കീവേഡ് അല്ല. If you want any meaningful names, suppose if you want to find the sum of 2 numbers, if you are putting A equal to, let me write the code here, wait, can you see here? A equal to 1 means A is having the value 1. B equal to 3 means B is having the value 3. Sum equal to, നമ്മൾ സാധാരണ മുൻപ് കൊടുത്ത് C equal to A+B ആണല്ലേ. C തന്നെ വേണം നിർബന്ധമില്ല. If you want you can give a meaningful name also. Sum equal to A+B means the value will be added and it will be saving to the variable sum. Then print of sum means you will be getting the result is nothing but, yes, it is nothing but 4 will be printing, right? Yes, അങ്ങനെ കൊടുക്കാം. അതർവൈസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് മിക്സിംഗ് ആയിട്ട് കൊടുക്കാം, നോ പ്രോബ്ലം. ഓൺലി ദ തിങ് ഈസ് നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കണം പിന്നീടുള്ള സെക്ഷനിലും കൊടുക്കേണ്ടത്, അത്രമാത്രം. അണ്ടർസ്കോർ AB, ഇറ്റ് ഈസ് ഓൾസോ ലീഗൽ. വൈ? ബിക്കോസ് ഓൾറെഡി വി ടോൾഡ് ദാറ്റ്
underscore or number cannot become first, but underscore or alphabet can come in the first. ഇങ്ങനെ കൊടുക്കുക കേട്ടോ. underscore 1 to ab, it is also possible. underscore 1 3, it is also possible. Don't put hyphen. hyphen underscore വ്യത്യാസം ഉണ്ട് കേട്ടോ. just check in the keyboard. Don't put hyphen, it is underscore. Okay, these are some legal, or these can be a variable, and which cannot be. Let me write one more example. If while, these are the keywords. നമ്മൾ പറഞ്ഞ പോലെ keywords ഒരിക്കലും വേരിയബിൾ നെയിം ആയി കൊടുക്കരുത്. the first one is 1a. this is it cannot be possible, it cannot be a variable. Why? because the number cannot become in the first. so ഇത് error create ചെയ്യും. 5b, this is also error. b space cd, is it possible? നമ്മൾ പറഞ്ഞിരുന്നു ഒരിക്കലും സ്പേസ് കൊടുക്കരുത്. അറിയാതെയാണെങ്കിലും ഇടയിൽ ഒരു സ്പേസ് വന്നാൽ അവിടെ എറർ കാണിക്കും. നെക്സ്റ്റ്, വേറെ ഒരു സിമ്പിൾസും ഇൻ ബിറ്റ്വീൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ യു ആർ ഗിവിങ് b at 3, this is also error. dollar symbol 3ab, error. a underscore bz, 8 underscore bz, this is also error because 8 means number. if, while, അങ്ങനെ കുറേ ഉണ്ട്. for, these are the keywords actually. ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു കീവേഡ് വേരിയബിൾ നെയിമായി കൊടുക്കരുത്. is it clear? these are only some examples, and while writing the next programs and all, you'll be getting some more idea. okay, so these are some examples that you can be a variable or you cannot be a variable. രണ്ടും രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലേ? okay, so remember, whenever you are defining a variable, the rules should be in your mind. okay, don't violate the rule. if you are violating, means what will happen? You will get the error. okay, you will get the error. so കേസ് സെൻസിറ്റീവ് എപ്പോഴും ഓർമ്മ വയ്ക്കണം. നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ ഡിഫൈൻ ചെയ്ത വേരിയബിളിൻ്റെ നെയിം. പക്ഷേ in the next line or in the coming lines, if you are giving another case, that means if you defined in the small letter and if you are using the capital letter, means it will create error. is it clear? okay, can I rub this? see, here is another example. first, first, see, the first letter is capital letter. first is equal to 5, means 5 is a value that is saved to the variable first. second equal to 3, that means 3 is a value that is saved to the variable second. product equal to first into second, that means here I am multiplying the first value with the second value and the result is saved into the variable product. next line, can you please guess what will be the output of the fourth and fifth line? product equal to product means നമ്മൾ സാധാരണ ജസ്റ്റ് ഒരു I will tell you here. suppose if I am taking this line, you can see the output is nothing but 5 into 3, answer will be 15 only. ഒരു നമ്പർ മാത്രം ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യും. ബട്ട് വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് രണ്ട് നമ്പേഴ്സിന് സം ആണോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തതിൻ്റെ റിസൾട്ടാണോ, അല്ലെങ്കിൽ അതൊരു സബ്ട്രാക്ട് ചെയ്ത റിസൾട്ടാണോ, ഒന്നും നമുക്ക് അവിടെ മീനിങ് ഫുൾ അല്ല. ഇറ്റ് ഈസ് ഗിവിങ് ഓൺലി എ സിംഗിൾ വാല്യൂ like that, right? so if you are giving any output for any of the particular program, it should be meaningful actually. അങ്ങനെയാണെങ്കിലല്ലേ മറ്റുള്ളവർക്കും കൂടി ഒന്ന് മനസ്സിലാവുക എന്താ കാര്യം എന്ന്. സോ വി ക്യാൻ ഡു വൺ തിങ് ഇൻ ദ സെയിം കോഡ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എററൊന്നും ഇല്ല കേട്ടോ. ബട്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പ്രിൻ്റ് ഓഫ് വിത്തിൻ ഡബിൾ കോഡ്സ് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് മീൻസ് യുവർ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. പ്രോഡക്റ്റ് ഈക്വൽ ടു 15. കറക്റ്റ് സ്പെല്ലിംഗ് നോക്കണേ. PRODUCT, product equal to 50. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ഗിവ് ദ line expanded like a product of first and second number is അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. that is your choice, you can put anyway. okay, the thing here you have to remember here is നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു സെൻറ്റൻസ്, ഒരു മീനിങ് ഫുൾ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക. സെൻറ്റൻസ് നമ്മൾ കൊടുത്തു, ഇറ്റ് ഷുഡ് ബി ഇൻ ഡബിൾ കോഡ്സ്. ദെൻ ഇഫ് യു വാണ്ട് ടു കണക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ വാല്യൂ, ഈ ഒരു കറസ്പോണ്ടിങ് സെൻറ്റൻസിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള വാല്യൂ അല്ലേ ഇത്. സോ ഇഫ് യു വാണ്ട് ടു കണക്ട് ടു തിങ്സ് ടുഗെദർ, ക്യാൻ യൂസ് ദ കൊമ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സെൻറ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട് ഡബിൾ കോഡ്സിനകത്ത്. പ്രോഡക്റ്റ് equal to, double quotes close ചെയ്തു, and I have to print the value also there, right? So I am just putting the comma operator, then I am giving the variable that is already defined or already having some value in the previous line. Clear ayo? Okay, so dear children, variable is a very important topic. Watch the video once again if you want, and take down the notes also. Please don't forget to comment. Okay, this is enough for today's class. Thank you.